അസ്സലാമലൈക്കും. അപ്പം എന്തെല്ലാവരും വർത്താനം സുഖമല്ലേ? എനിക്കും സുഖമൊക്കെ തന്നെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം മഴ ഒന്നും ഇങ്ങനെ അമർന്നപ്പിനെ വെറുതെ വാർപ്പിന് മേലെ കയറിയപ്പോൾ കണ്ട കാഴ്ചിട്ടത് നല്ല കോട ഇറങ്ങിക്കണം കേട്ടോ. അപ്പൊ ആ മലയാളമൊന്നും നല്ലപോലെ കാണും, പക്ഷെ ഈ കോട ഇറങ്ങിയ കാരണം കാണുന്നില്ല കേട്ടോ. അപ്പൊ മഴയൊക്കെ ഇങ്ങനെ പെയ്തപ്പോ എനിക്കൊരു പൂതി ഇട്ട് സമ്മന്തി ഉണ്ടാക്കി തിന്നാന്. പിന്നെ ഞാൻ ഒറ്റക്ക് ഉണ്ടായിരുന്നുള്ളൂ പെരയില്. അപ്പൊ പിന്നെ എന്തേലൊക്കെ നേരം പോക്കിന് വേണ്ടേ. അപ്പൊ പിന്നെ ഞാൻ സമ്മന്തി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടും അങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങിയപ്പോ മുറ്റത്താകെ വെള്ളക്കളിയിട്ടാണ്. അപ്പൊ പിന്നെ എന്തായാലും പൂതി അതിലും വലിയ പൂതി ആയതുകൊണ്ട് പിന്നെ സഹിച്ചിക്കാനും ക്ഷമിച്ചിക്കാനുള്ള കഴിവൊന്നുമില്ല ട്ടാ. അപ്പൊ ഞാൻ വേഗം മുറ്റത്ത് ഇറങ്ങിയിട്ട് ചപ്പ് പറിച്ചാൻ പോയതാട്ടാ. ഈ സമ്മന്തിയിൽ കാര്യമായിട്ട് എന്താ വേണ്ട വെച്ചാല് ഈ ചപ്പും ഉള്ളിയാട്ടം കാര്യമായിട്ട് ഇടുന്ന സംഭവം അതന്നെ കേട്ടാ. അപ്പൊ ഇങ്ങനെ ചപ്പ് നുള്ളാൻ വേണ്ടി ഇറങ്ങിയൊക്കെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടേനും. പിന്നെ ആകെ ചളി പിടിച്ചിട്ട് നിൽക്കാനുള്ള മഴ ഏതായാലും മുറ്റത്ത് ഇറങ്ങുന്ന പിരാന്ത് വേറെ ഒന്നും ഇല്ല കേട്ടാ. പിന്നെ പൂതി അത്രക്കും വലിയ പൂതി ആയ കാരണം ചോറ് പള്ളർച്ച് തിന്നാനൊരു പൂതി. അപ്പൊ പിന്നെ പള്ളർച്ച് തിന്നാലച്ചിട്ട് അങ്ങനെ ചപ്പ് പറിച്ചു കൊടുന്ന് നല്ല കേകി വൃത്തിയാക്കിണ്ടിട്ട് ഈ മഴയൊക്കെ പെയ്തിട്ടേ ഇങ്ങനെ ചളി തെറിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ചളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ലപോലെ വൃത്തിയാക്കി കേകി എടുക്കട്ടെ. അപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ നല്ല മണം വരുന്നത് കേട്ടോ. ഈ ചപ്പിന്റെ ഒരു പ്രത്യേകത ഇതാട്ടാ, നല്ല മണം നല്ല ടേസ്റ്റ് ഉള്ളൊരു ഇതാട്ടാ. നമ്മള് കടയിലത്തെ ചപ്പിന്റെ മാതിരി ഒന്നുമല്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ ഇതിനും. ഇത് നമ്മൾ പൊട്ടിച്ച് പോരുമ്പോ തന്നെ നല്ല മണം. പിന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കി അതവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പറയല്ലോ നാരങ്ങന്റെ വലുപ്പത്തില് നെല്ലിക്കന്റെ വലുപ്പത്തില് എന്നൊക്കെ, അതൊക്കെ നിങ്ങളെ ഇഷ്ടട്ടാ. എനിക്കല്ല ഇഷ്ടട്ടാ ഈ പുളി എരിവൊക്കെ. അത് കാരണം പിന്നെ ഞാൻ നാരങ്ങയുടെ ഒക്കെ വലുപ്പത്തിലുള്ള ഒരു പുളിനെ എടുത്ത് വെള്ളത്തിലിട്ട് ഒന്നിങ്ങനെ കിളിമ്പി കൊടുത്ത് അവിടെ വെക്കണ്ടിട്ട്. അതെന്തിനാ വെച്ചാൽ പെട്ടെന്ന് പുതർന്ന് കിട്ടാൻ വേണ്ടിട്ടാ. അങ്ങനെ പിന്നെ ഞാൻ വെല്ലുള്ളി 2 ഇട്ടാ എടുത്തേക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കട്ടെ, അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനത്തിനനുസരിച്ച് പുളി എരിവും പുളിയൊക്കെ കൂട്ടട്ടാ. ഞാനൊരാൾ ഒറ്റക്കായ കാരണം ഞാൻ 2 വെല്ലുള്ളി ആയിട്ട് എടുത്തേക്കണം. വലിയ വലുപ്പമില്ലേനു. അങ്ങനെ പിന്നെ ആ വെല്ലുവിളി ഇങ്ങനെ നുറുക്കട്ടോ. ഞാൻ എന്ത് ഈ ആക്കത്തിന് ഇങ്ങനെ നുറുക്കണെന്ന് വെച്ചാൽ കത്തി എല്ലാം മുറിച്ചിട്ടാ. അപ്പൊ എനിക്കൊരു പേടി. അപ്പൊ ഞാൻ വെല്ല ഇങ്ങനെ മുറിച്ചിട്ടാ. പിന്നെ ഷേപ്പും കാര്യവും നോക്കണ്ടല്ലോ, അത് നമ്മള് മിക്സിയിലിട്ട് അരക്കാളാട്ടാ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ചൊറുക്ക് കൂട്ടി അരിയണമെങ്കിൽ അങ്ങനെ അരിയാം. ഞാൻ പിന്നെ ചൊറുക്കൊന്നും നോക്കാൻ നിൽക്കണില്ല കേട്ടോ. പൈച്ചടങ്ങാറായി നിൽക്കണം. കറിയൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ച് പോയതായിരുന്നു. എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു, അനിയൻ സ്കൂളിൽ പോയിന്ന്, വലിയ അനിയൻ പണിക്ക് പോയിന്ന്. അപ്പൊ ഞാൻ ഒരാൾ ഒറ്റക്ക്. അപ്പൊ പിന്നെ എനിക്ക് ചില ടൈമിൽ ഒരു സമ്മതി ഉണ്ടാക്കി തിന്നാൻ പൂതി കേട്ടോ. അപ്പൊ അങ്ങനെ പള്ളർച്ച് തിന്നും വേണം. അപ്പൊ ഇങ്ങനെ എന്ത് സമ്മതി ഉണ്ടാക്കും എന്നുള്ള ചിന്തയിലിരുന്നു. അപ്പളാട്ടാ വേഗം തട്ടിക്കൂട്ട് സമ്മതി ഉണ്ടാക്കാച്ചിട്ട് ഇതിനൊരുങ്ങിയതും. പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് പല കോലത്തിലൊക്കെ അരിഞ്ഞ് അവിടെ വെച്ചിട്ട് കേട്ടോ. നമ്മള് ചൊറുക്ക് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ, ചൊറുക്കിലല്ലല്ലോ കാര്യം, വറക്കിലല്ലേ കാര്യം. പിന്നെ ചൊറുക്കൊന്നും നോക്കാൻ നിന്നില്ല. ആന നുറുക്കി അതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ മൺചട്ടിയിലാട്ടം ഉണ്ടാക്കണം. നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. പിന്നെ ചീനച്ചട്ടി ഉണ്ടാക്കാൻ അങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കട്ടെ. ഞാൻ പിന്നെ മൺചട്ടിയിലാട്ടാം. എന്നിട്ട് പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഓയിൽ എന്താ ചോദിച്ചെടുത്തിട്ട് പിന്നെ നമ്മളിങ്ങനെ മുളകിട ചുവന്ന മുളക് ഉണ്ടല്ലോ, നമ്മളെ മറ്റേ നീണ്ട പൊടിച്ചത്, ആ മുളക് ഇട്ടെടുക്കട്ടെ. ഇവിടെ പിന്നെ ഇല്ലാത്ത കാരണം ഞാനിങ്ങനെ ചീനമുളക് ഉണ്ടായിരുന്നു പൂത്തത്. അപ്പൊ ആ പൂത്ത മുളക് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ആദ്യം നോക്കി വെച്ചിരുന്ന ഇതുണ്ടല്ലോ വെല്ലുള്ളി, അത് ഇട്ടെടുക്കട്ടാ. പിന്നെ ഉള്ളിക്കനുസരിച്ച് മുളക് ഇട്ടോണ്ടി. കുറവുള്ളവർക്ക് കുറച്ച് മുളക് ഇട്ടാൽ മതി, കൂടുതലുള്ളവർക്ക് ഞാൻ പിന്നെ പറഞ്ഞു തരണ്ടല്ലോ. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അളവും പുളിയും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇഷ്ടട്ടാ. ഇന്റെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടാ. ഞാൻ ഇന്റെ ഒരു അളവിനനുസരിച്ചാട്ടോ ഇട്ട്. എനിക്ക് എരുമ്പുളിയൊക്കെ നല്ല വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിനനുസരിച്ചാട്ടോ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ആ കേകി മാറ്റി വെച്ചിരുന്ന ചപ്പുണ്ടല്ലോ, അത് മുറിച്ചിട്ട് കൊടുക്കുന്നുട്ടാ. ഈ സംബന്ധിക്ക് പിന്നെ കാര്യമായിട്ട് വേണ്ടത് ഈ ചപ്പും ഉള്ളിയാട്ടാ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ ഇങ്ങനെ കടിയിട്ട് ചപ്പാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിന്റെ ടേസ്റ്റ് വേറെ, ഈ ചപ്പിന് വേറെ ടേസ്റ്റ് ആട്ടാ. ഈ ചപ്പ് ഉള്ളവർ ഈ ചപ്പിട്ടിട്ട് തന്നെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുട്ടാ. അങ്ങനെ ഇളക്കി കൊടുത്താലേ പെട്ടെന്ന് വാടി കിട്ടുള്ളൂ കേട്ടോ. മറ്റേ നമ്മൾ ഉപ്പിട്ടെടുത്ത് നമ്മളെ പണിക്ക് പോയാലോ ഉള്ളി വാടി കിട്ടൂല കേട്ടോ. അത് ആക്കത്തിന് കടന്നിട്ടേ പാടുള്ളൂ. അപ്പൊ പെട്ടെന്ന് പരിപാടി കഴിയണമെങ്കിൽ പെട്ടെന്ന് ഉപ്പിട്ടിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് മൂടി വെച്ചോല്ലേ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ തട്ടിക്കൂട്ട് പരിപാടി വേഗം കഴിയും. ഈ തട്ടിക്കൂട്ട് അറിയണതിന് കാരണം തന്നെ അതാണല്ലോ, പെട്ടെന്ന് പരിപാടി കഴിയുമ്പോൾ കുറച്ച് സാധനം കൊണ്ട് നല്ല ടേസ്റ്റ് ഉള്ള സംഭവം തിന്നണം എന്നുള്ളൊരു ഇതാണല്ലോ. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ സമ്മന്തി ഉണ്ടാക്കി നോക്കട്ടെ, പെട്ടെന്ന് പരിപാടി കഴിയും. നമുക്കൊരു 5 മിനിറ്റ് തയ്ച്ച് കാണുന്നില്ല കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് പണിയെടുക്കുന്നവർക്ക് പെട്ടെന്ന് സംഭവം റെഡി ആയി കിട്ടും കേട്ടോ. ഉറങ്ങി തൂങ്ങി നിൽക്കുകയാണെങ്കിൽ അതങ്ങനെ അതിനനുസരിച്ച് തന്നെ ആവും കേട്ടോ. പിന്നെ തീ കൂട്ടിയിട്ട് ഉറച്ചിട്ട് അതൊക്കെ നിങ്ങളെ ഇഷ്ടട്ടോ. അടുപ്പിന്റെ അടുത്ത് നിന്നിട്ടാണെങ്കിൽ തീ കൂട്ടിയിട്ട് ഇളക്കും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടി, അല്ലെങ്കിൽ കരിഞ്ഞ് ശിവനായി കിട്ടും. പിന്നെ ഞാൻ എന്തായാലും അത് ഉള്ളിയും വാട്ടാൻ വെച്ച് മൂടി വെച്ചിട്ട് പിന്നെ ഞാൻ പുറത്ത് വന്നിട്ട് പിന്നെ നമ്മൾ ആ പുളി വെള്ളത്തിലിട്ടിരുന്നല്ലോ, അത് നല്ല കിളിമ്പ് കുഴക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ പെട്ടെന്ന് ഉണ്ടായിക്കോളും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി കേട്ടോ ഈ പുളി ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ കളിച്ചത്. അതൊരു പ്രത്യേക രസമാണല്ലോ. പിന്നെ ചിലവർ കാണട്ടെ ഇങ്ങനെ
നമ്മൾ ഈ ഉള്ളി വാട്ടുന്നതിന്റെ കൂടെ തന്നെ പുളി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ മിക്സിയിലിട്ട് അരക്കും. പക്ഷെ അങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാൽ പരിപാടിയൊക്കെ വേഗം കഴിയും. പക്ഷെ ഒരു നഷ്ടം ഉണ്ട് കേട്ടോ. അതിൽ എന്താ സംഭവിച്ചാൽ നമ്മൾ മിക്സിന്റെ ജാറ് കേടരും. കഷ്ടകാലത്തിന് എങ്ങനെയാലും ജാറ് കേടെന്നാലും പിന്നെ സമ്മന്തി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. തുള്ളി വെള്ളം കിട്ടൂല കേട്ടോ. ഇപ്പൊ സാധനം നാസാക്കിയാലും. അപ്പൊ പിന്നെ ആ റിസ്ക് എടുക്കാനൊന്നും പോയില്ല. ഞാനൊരാൾ ഒറ്റയ്ക്കല്ലേ. അപ്പൊ പിന്നെ ഞാനിങ്ങനെ ഏതായാലും നേരം പോക്ക് അങ്ങനൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അത് ഉണ്ടാക്കാതിരുന്നതാട്ടാ. അങ്ങനെ എന്തായാലും പുളിയൊക്കെ പിഴിഞ്ഞും അതിൽ കച്ചറ ഒഴിവാക്കിയിട്ട് വെള്ളം അവിടെ മാറ്റി വെച്ചിരിക്കണം കേട്ടാ. അത് പിന്നെ നമ്മളെ ഉള്ളി ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുക്കണ്ടിട്ടാ. പിന്നെ നമ്മള് പുളിമ ഇങ്ങനെ വെള്ളത്തിൽ കളിച്ച് നിന്നാലും ഇവിടെ ഇതൊക്കെ ഉള്ളിയൊക്കെ കരിഞ്ഞ് ഒരു ഇതാവും കേട്ടാ. പിന്നെ സമ്മന്തി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല കേട്ടാ. അപ്പൊ ഇടക്കും നിലക്കൊക്കെ ഒന്ന് ഉള്ളി വന്ന് നോക്കിക്കൊണ്ട്. അപ്പൊ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിക്കണം കേട്ടാ. പിന്നെ മൺചട്ടിയിലാകുമ്പോ പിന്നെ ആക്കത്തിനാവുമല്ലോ. ചട്ടി ചൂടായിട്ട് അങ്ങനെ മറ്റേ നമ്മളെ സ്റ്റീലിന്റെ ഇതിന്റെ ഒന്നും മാതിരി പെട്ടെന്ന് ഒന്നും കരിയില്ല. കരിയിലാച്ചിട്ട് നമുക്ക് വിട്ടു പോയി നിൽക്കാനും പറ്റൂല കേട്ടോ. നമ്മള് മാറി നിന്നാൽ പെട്ടെന്ന് കരിയും ചെയ്യും. എടുത്ത് കേട്ടോ സാധനം വെന്ത് കിട്ടൂല കേട്ടോ. അതിപ്പോ നമ്മളെ പാലിനെ കൊണ്ട് അറിയാൻ മാതിരിയാണ്. പാലിന്റെ അടുത്ത് നിന്നാല് പാല് തിളച്ചു വെക്കൂല. ഒന്നങ്ങോട്ട് കണ്ണ് തെറ്റിയോ പാല് തിളച്ചു വിട്ടു പോകില്ല. എന്നാ മാതിരിയായിട്ട് നമ്മളെല്ലാ സംഭവങ്ങളും എടുത്ത് നിന്നാൽ ഒന്നും ഇങ്ങോട്ട് വെന്ത് കിട്ടൂല. മാറി നിന്നാലും ഒക്കെ അങ്ങോട്ട് കൊള്ളാവും. പിന്നെ ഇങ്ങനെ ചെറിയൊരു ഉള്ളി വാടി വന്നപ്പോൾ ഞാൻ പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ടുണ്ട്. അതായത് ആദ്യം നമ്മൾ മുളക് ഇട്ടിക്കണം എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവണം കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് ബാലൻസ് ചെയ്തിട്ട് വേണം മുളകും പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഒരു സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടാ. പിന്നെ ചീനമുളക് ചെറിയ ചെറിയ മുളകായതുകൊണ്ട് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ ചീനമുളകിന് പൊതുവെ എരിവ് ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ ഈ പുളിയൊക്കെ ചേർക്കണ കാരണം എരിവൊന്നും വല്ലാതെ കൂടി തോന്നൂല കേട്ടോ. പിന്നെ ഉപ്പും പുളി ഉണ്ടോന്നൊക്കെ നമുക്ക് ഈ ടൈമിൽ നോക്കട്ടോ. ഇനി നോക്കിയില്ലെങ്കിൽ എന്താ വെച്ചാൽ ഉപ്പ് കൂടിയാലേ കുഴപ്പമുള്ളൂ, കുറഞ്ഞാലും നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാലോ. അപ്പൊ പിന്നെ ആ ഒരു ലെവല് ഇതാക്കിയിട്ട് ആദ്യം തന്നെ ഉപ്പിട്ടെടുത്താൽ മതി. ആദ്യം തന്നെ തോനെ ഉപ്പിട്ടിട്ട് പിന്നെ ഉപ്പിടാൻ പോകരുത്തിട്ട് ആകെ കൊള്ളായി വിട്ടാ പിന്നെ ഇന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ എന്തായാലും മുളകും പൊടിയൊക്കെ ഇട്ടെടുത്ത് നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിങ്ങനെ പീഞ്ഞ് വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. അതിലെല്ലാവരും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഓരോങ്ങോട്ട് സെറ്റ് ആക്കിയിട്ട് പിന്നെ നമുക്ക് നമ്മളെ മറ്റേ പരിപാടിക്ക് പോവട്ടാ. എന്താ പരിപാടി എന്നൊക്കെ ഞാൻ കാണിച്ചുതരാം. പിന്നെ ഇളക്കണേനൊന്നും ആരും ബിസ്ക്കത്തരം കാട്ടാൻ നിൽക്കരുത് കേട്ടാ. പിന്നെ അങ്ങനെ നല്ല ഇളക്കി സെറ്റാക്കിയിട്ട് നമുക്ക് മൂടിയൊക്കെ ഇട്ടാ. പിന്നെ അതങ്ങനെ ആക്കത്തിന് കടന്നവിടെ അങ്ങനെ കിടന്ന് വെന്തോളും. നമ്മള് പിന്നെ അതിൻ്റെ അടുത്ത് നിൽക്കണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും പണിക്ക് തിരിയുന്നവരാണെന്നുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചോണ്ടി, അല്ലെങ്കിൽ പുളിവെള്ളമൊക്കെ കത്തിക്കയറ്റി ആകെ അടി പിടിച്ചിട്ടാം. പിന്നെ ഞാൻ അതവിടെ മൂടി വെച്ചിട്ട് പിന്നെ ഞാൻ അതിൻ്റെ പുറത്ത് തന്നെ വന്നിട്ട് വേഗം പരത്തിയ പാത്രങ്ങളൊക്കെ മുറിയക്കട്ടെ. കാരണം അമ്മ പോകുമ്പോൾ അടുക്കളൊക്കെ വൃത്തിയാക്കിയിട്ടേന്നു. അമ്മ വരുമ്പോൾ അടുക്കള അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ എന്നെ തച്ചല്ലോ കേട്ടാ. അപ്പൊ പിന്നെ വെറുതെ അവള് ഉമ്മാക്ക് കയ്യിന് പണി ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ വെച്ചിട്ട് വേഗം പരത്തിയ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ മുറിയിക്കുന്നത്. പിന്നെ നമുക്ക് വലിയ റിസ്ക് ഇല്ലല്ലോ. മറ്റേ ചോറ് തിന്ന ക്ഷീണത്തിൽ പിന്നെ നമുക്ക് മടിയാവും. അപ്പൊ പിന്നെ ഇതിനെ കൂടെ തന്നെ വാടുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മളെ പണികൾ കഴിച്ചാൽ വെച്ചിട്ട് പിന്നെ ഞാനിങ്ങനെ പരത്തിയ പാത്രങ്ങളൊക്കെ മുറി വൃത്തിയാക്കാട്ടോ. പിന്നെ സിങ്കൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അമ്മ വന്നാൽ പള്ളർച്ച കിട്ടൂട്ടാ. അമ്മ വൃത്തിയാക്കിയ സ്ഥലം നമ്മൾ കൊളാക്കാൻ പോകണ്ടല്ലോ വെച്ചിട്ടും അതൊക്കെ വൃത്തിയാക്കിയിട്ട് വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ പുളിവെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ വെന്ത് വന്നിക്കണം കേട്ടോ. അങ്ങനെ പുളപ്പളയും വന്നല്ലോ, അതായത് വെള്ളം തിളക്കണൊക്കെ മാതിരി ആയി ഒന്ന് സെറ്റ് ആയിക്കണം കേട്ടോ. അതായത് നമ്മൾ ആ ഒഴിച്ച ദിനം കാട്ടി ഒന്ന് കുറുന്നനായി വരുമല്ലോ, അങ്ങനെ ഒരു സംഭവം ആകുമ്പോൾ നല്ല ഇളക്കി കൊടുക്കട്ടാ. പിന്നെ ഇടക്കും തിളക്കൊക്കെ ഒന്ന് പോയി ഇളക്കിക്കൊണ്ടി. കുറുന്നനാവട്ടെ വെച്ചിട്ട് നമ്മളെ പണി നോക്കിയൊന്നും പോകരുത് കേട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും ആ സംഭവമൊക്കെ സെറ്റ് ആയിട്ട് ഒന്ന് ഇങ്ങനെ വെള്ളം വറ്റി വന്നിക്കണം കേട്ടോ. ഈ പുളിമക്കൊക്കെ വന്നിട്ട് ഉള്ളിയൊക്കെ അങ്ങോട്ട് വാടി വന്നിക്കണം. അപ്പൊ ഈ ഇങ്ങനെ ഉള്ളിമ പുളി പിടിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവല്ലോ ആ ഒരു പരിവെത്തിക്കണം. ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും വേഗം ചാർക്കിടുന്നുണ്ട് കേട്ടാ. ചൂടാറാൻ നിന്നോണ്ടിട്ടാ. എന്റെ മാതിരി ക്ഷമ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യട്ടാ. ഞാൻ പിന്നെ ചൂടാറാനുള്ള ക്ഷമ ഒന്നുമില്ല, എനിക്കാണെങ്കിൽ പൈച്ചിട്ട് അന്തല്ല കേട്ടാ. നേരെ 12 മണി ആയിട്ടുള്ളൂ. പിന്നെ സമ്മന്തി പറഞ്ഞപ്പോ അധികം ഒരു പൈപ്പ് ഇട്ടാ. എനിക്ക് പിന്നെ സമ്മന്തി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടട്ടാ. അത് നമ്മള് വിചാരിച്ച സമ്മന്തി ആണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ കൂട്ടാനൊന്നും വേണ്ട. ഈ ഒരു സമ്മന്തി ഉണ്ടെങ്കിൽ പള്ളം നിറച്ച് ചോർന്നിട്ട് ഞാനും എന്തായാലും ഞാൻ ചൂടാറാനൊന്നും കാത്തിക്കണില്ല കേട്ടാ. ഞാൻ വേഗം ചോറ് തിന്നച്ചിട്ടും അങ്ങനെ പിന്നെ അത് മുഴുവൻ തുടച്ചെടുക്കുന്നുണ്ടാ ചട്ടീന്ന്. വേഗം മിക്സിയിലിട്ടൊന്നും ഇങ്ങോട്ട് അരക്കാച്ചിട്ട് പിന്നെ സമ്മതിക്കല്ല് ഉണ്ടെങ്കിൽ അമ്മി അങ്ങനെ കുത്തി ചതച്ചതാക്കട്ടെ. എനിക്ക് പിന്നെ നല്ല അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം മിക്സിയിലിട്ടിട്ടാ അരക്കണം. പിന്നെ ശരിക്കും നമ്മളിങ്ങനെ ചൂട് കൊടുക്കണം മിക്സിയിലിട്ടൊന്നും അരക്കാൻ പാടില്ല, മിക്സി കേടരുന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ ഞാനിപ്പോ അതൊന്നും നോക്കാൻ നിൽക്കണില്ല കേട്ടാ. കാരണം നമുക്ക് പൈപ്പാണല്ലോ, അതായത് നമ്മളെ തീറ്റയാണല്ലോ മുന്നിൽ. പൈച്ചിങ്ങനെ ഇടങ്ങാറായി നിൽക്കുമ്പോൾ നമ്മള് മനസ്സിലെന്തെങ്കിലും സാധനം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഉണ്ടാക്കി തന്നാലേ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. തുടക്കത്തിൽ തന്നെ ശുഭം ആദ്യം തന്നെ അങ്ങനെ മിക്സി ഓണാക്കിയോട് കൂടി കുറച്ചൊന്ന് തെറിച്ചിട്ടാ. അപ്പൊ പിന്നെ അതെന്തായാലും വൃത്തിയാക്കാൻ നിന്ന് മറ്റേ അതിലേറെ റിസ്ക് പണി കൊടുപ്പിച്ചിട്ട് ആദ്യം പിന്നെ വൃത്തിയാക്കാൻ എഴുതിട്ടാ. എന്തായാലും അങ്ങനെ തന്നെയാണ്, എന്ത് പരിപാടിക്ക് ഒരുങ്ങിയാലും എനിക്ക് ഫസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടൂട്ടാ. പിന്നെ അതിന്റെ ആ ഇൻട്രസ്റ്റും ആ മൂടൊക്കെ പോയതിന്റെ ശേഖരം പിന്നെ എന്റെ കാര്യം നടക്കുള്ളൂ കേട്ടോ. അതേമാതിരി തന്നെ ചെയ്തുട്ടാ. വേഗം ചൂട് കൊടുക്കാനെ വന്നിട്ട് ജാറിലിട്ട് അരക്കാൻ നോക്കിയതാ.
അപ്പൊ 8ന്റെ പണി കിട്ടിയിട്ടാ. പിന്നെ ആ ചുമരും ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി നിന്നിട്ടാ. എനിക്ക് പിന്നെ ഈ ജാറിലിട്ട് അരക്കണ ടൈമിലുള്ള ഒരു പേടി ഇതാട്ടാ, തെറിച്ചോ എന്നുള്ള പേടിയാട്ടാ. എന്നാലും ഇതേമാതിരി 2 ദിവസം നല്ല മുളകൊക്കെ ഇട്ടിട്ട് തക്കാളി സമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരച്ചതാണ്. അരച്ച മുഴുവൻ തെറിച്ചിന്റെ മേത്ത് കൂടെ ഒക്കെ കൂടിയാണ് പോയിട്ടാ. ഭാഗ്യത്തിന് ചുട്ടേറിയില്ല. ആ സ്പോട്ടിൽ തന്നെ ഞാൻ പോയി കഴുകിയോണ്ട് പിന്നെ വലിയ ചുട്ടേറലുണ്ടായിരുന്നില്ല കേട്ടാ. മറ്റേ ചുട്ട് നീറിയിട്ട് അന്തണ്ടാവില്ല. അതും നമ്മളെ ചോന്നമുളക് ഉണ്ടാവല്ലോ, വറ്റൽമുളക്, അതേന്ന്. സമ്മന്തിക്ക് എരിവുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ചെയ്ത സ്പോട്ടിൽ തന്നെ കഴുകി കളഞ്ഞുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എന്തായാലും അതൊക്കെ അരച്ച് സെറ്റാക്കി കൊടുന്ന് വെച്ചിട്ടാ. പിന്നെ നമ്മൾ ആ ചട്ടി ഉണ്ടല്ലോ, ആ ചട്ടീനൊക്കെ വെറുതെ വിടാൻ തോന്നിയില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്താ കാട്ടി, ചോറ് എടുക്കണേല് കുറച്ച് ചോറ് എടുത്തിട്ട് ആ ചട്ടിയിൽ ഇട്ടിട്ട് നല്ല കുഴച്ചെടുക്കാൻ കരുതിട്ടാ. കാര്യമായിട്ട് അതിലൊന്നും ഇല്ല, എന്നാലും ആ ചെറിയൊരു പുളിരസമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചട്ടിനെ വെറുതെ വിടാതെ അതിന് ഞാൻ നല്ല ചോറൊക്കെ ഇട്ട് കുഴച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ ഇങ്ങനെ കാട്ടാല്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തുടച്ച് വാരി തിന്നിട്ടാ. അല്ലെങ്കിൽ പിന്നെ അവൾ മെയിൻറ്റെയിൻ ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ നമുക്ക് കറിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പറ്റാത്ത കറി, തേങ്ങ അരച്ച കറി, അതൊന്നും എനിക്ക് വല്ലാതെ പോകില്ല കേട്ടോ. അപ്പൊ പിന്നെ ഇറക്കും നിലക്കൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഈ അരി ഉണ്ടല്ലോ, നമ്മളെ റേഷൻ അരി, ഈ റേഷൻ അരിക്ക് പിന്നെ എന്ത് സംബന്ധി ഉണ്ടാക്കിയാലും നമുക്ക് പള്ളർച്ച് ചോറ് തിന്നാനുള്ളൊരു ഇതുണ്ടാവും കേട്ടോ. മറ്റേത് എനിക്ക് അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. നമ്മൾ ആ ഉണ്ടരിയിട്ട് അതിക്ക് പിന്നെ എത്ര സംബന്ധി എത്ര രസത്തിൽ ഉണ്ടാക്കിയാലും ഒരു കാര്യമില്ല കേട്ടാ. തിന്നാനും തോന്നില്ല, തിന്ന ചോറാട്ട ഇറങ്ങൂല. അങ്ങനെ ഒരു ചങ്ക് കുടുങ്ങി നിൽക്കണ മാതിരിയൊക്കെ ഒരുമാതിരി അസ്വസ്ഥമായിട്ട് എനിക്ക് ആ ചോറ് തിന്നുമ്പോൾ. ഈ റേഷൻ അരി ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടെ ഈ നീളത്തിലുള്ള അരിയും. ഇതിലേക്ക് പിന്നെ ഇനി എത്ര രസമില്ലാത്ത കൂട്ടാനാണെങ്കിലും നമുക്ക് തിന്നാൻ തോന്നും, തിന്നാൻ വെക്കും ചെയ്യും കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ പിന്നെ എന്തായാലും ചട്ടിക്ക് ചോറൊക്കെ ഇട്ടിട്ടും ചട്ടിയൊക്കെ തുടച്ചെടുത്തിരുന്നു കേട്ടോ. കാര്യമായിട്ട് ചോറ്റിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഒരു മനസ്സമാധാനത്തിന് ഞാൻ ചട്ടിയിലിട്ടൊന്ന് ചോറൊന്ന് കറക്കി എടുത്തിട്ടാ. പിന്നെ ആ ചോറ്റിക്ക് പിന്നെ ഞാൻ കുറച്ചും കൂടി ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ചോറൊന്നും തികയില്ല കേട്ടോ. സംബന്ധിയുള്ള കാരണം ഞാൻ തോനെ ചോറ് എടുക്കാച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ചോറ് ഇങ്ങനെ ഇടുന്നു കേട്ടോ. അപ്പൊ കട്ട കേട്ടാ. അപ്പൊ കട്ടൊക്കെ അങ്ങനെ കുത്തി ഉടക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ കട്ട വെച്ചാല് ഇങ്ങനെ നമ്മള് ചോറ് ചെരിച്ച് വാർക്കുമല്ലോ, വേറെ പാത്രത്തിന്റെ മേലെ വെച്ചിട്ട് അങ്ങനെ ഇട്ടമ്മ ചോറ് വാർത്തത്. അത് കാരണമായിട്ട് അങ്ങനെ കട്ടായി നിൽക്കുന്നത്. കാരണം അനിയന് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലെ ചോറ് വെക്കും. അപ്പൊ പിന്നെ എന്തായാലും ഇതുള്ള കട്ടൊക്കെ കുത്തി അടച്ചിട്ട് പിന്നെ നമ്മള് സമ്മന്തി ഉണ്ടല്ലോ, ജാറിനൊന്ന് മാറ്റി നിർത്താൻ ഒഴിവൊന്നുമില്ല കേട്ടോ. എനിക്ക് തൊള്ളി വെള്ളം വന്ന് കിട്ടാൻ ചേട്ടാ. ഇതിന്റെ മണൊക്കെ ചപ്പിന്റെ ഒക്കെ മണം ഇങ്ങനെ വന്നപ്പോ എന്റെ അമ്മീ പറയുമ്പോ തൊള്ളി വെള്ളം വരും കേട്ടോ. ഒരു അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ പിന്നെ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ. പിന്നെ അത് പാത്രത്തിക്ക് കൊട്ടിയോട് കൂടി എനിക്ക് തോന്നി ഒന്ന് തിന്ന് നോക്കാന്നിട്ടെ. എങ്ങനെ ഉണ്ടെന്ന് അറിയണല്ലോ, മണം ഇങ്ങനെ വന്നപ്പോ തീരെ സഹിച്ചില്ല. അപ്പൊ എന്താ ഇത്തിരി ചമ്മന്തി ചോറ്റിലിട്ടിട്ടും ഒന്നിങ്ങനെ കുഴച്ചിട്ട് ആ ഉരുള അപ്പൊ തന്നെ വീഡിയോക്ക് വേണ്ടി ചെയ്തിരുന്നു. അപ്പൊ തന്നെ ആ ഉരുള തിന്നിട്ടാ. അത് കഴിഞ്ഞ് പിന്നെ കൊലയുമൊക്കെ നിന്നിട്ടാ. കൊലയും പിന്നെ ആരും ഇല്ലല്ലോ, ഞങ്ങളെ പേരെ ഇന്ന സ്ഥലത്തായോണ്ട് ആരെ ശല്യം ഇല്ലാതെ നമുക്ക് ഇങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇരുന്ന് തിന്ന. പിന്നെ ഞാൻ സമ്മന്തി കുഴച്ചിട്ടും ഈ കുഴച്ച ഉരുളി ഞാൻ തിന്നിട്ടാ. പിന്നെ തീരെ ക്ഷമ കിട്ടല്ല. പിന്നെ ഞാൻ വേഗം വീഡിയോ എടുക്കാതെ ട്രൈപ്പോഡുമ്പോ ഫോൺ വെച്ചിട്ട് ഞാൻ പിന്നെ ചോറിനായിരുന്നിട്ടാ. പിന്നെ ഇന്റോടെ എങ്ങനെ വെച്ചാലും ഒരാളിലൊന്നും അല്ലാതെ ആരും ഇരിക്കൂല കേട്ടോ ചോറിനാനൊക്കെ കൊലയുമൊക്കെ. കാരണം റോഡിന്റെ വക്കല്ല, ഒരു ഒഴിഞ്ഞ പറമ്പിലാണ് ഞങ്ങളെ പേര. പിന്നെ ഇപ്പൊ നമുക്ക് അങ്ങനെ പേടിച്ചിട്ടല്ല, ആരും വരൂലല്ല. എന്നിട്ട് റോഡിന്റെ വക്കത്താവുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസമാധാനത്തിന് പോയി ഇരിക്കാൻ പറ്റില്ല, ഈ റോട്ടുമ്പോ കൂടെ പോണവര് നോക്കിയിട്ട് ഇതായിട്ടൊക്കെ. പിന്നെ എന്തായാലും ഞങ്ങൾ അപ്പള്ള അന്നും അങ്ങനെ തന്നെ, ഇപ്പൊ ഇല്ലാത്ത അന്നും അങ്ങനെ തന്നെ ആയിട്ട് ചായ അടിച്ചാലും ചോറ് നാനൊക്കെ ഞങ്ങൾ കൊലയുമൊക്കെ വരിക. കാരണം ഇങ്ങനെ പുറലോക കാഴ്ച കണ്ടെത്തുന്ന ഒരു പ്രത്യേക രസമാണല്ലോ. ഉള്ളിലിരിക്കണ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അടുക്കളയിലൊന്നും തീരെ നമ്മൾ ചോറിനായിരിക്കൂല കേട്ടാ. ഹാളിലൊക്കെ നമ്മൾ ചോറിനായിരിക്കല്ലോ. എങ്ങനെ വെച്ചാൽ നമ്മളോടക്ക് വിരുന്നേരൊക്കെ വരുമ്പോ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോ അങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ കേട്ടാ. ഒരുവിധമുള്ള വിരുന്നേരൊക്കെ വരുമ്പോൾ ഞങ്ങളെ കൂടെ ഇവിടെ കൊലയും ഇരുന്നിട്ടാട്ടോ ചോറുന്ന. അങ്ങനെ ഇത് ഞങ്ങളെപ്പോഴുള്ള ഉള്ള ശീലാട്ടെ. ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഇങ്ങനെ കൊലയുമിരുന്ന് ചോറുന്നുണ്ടതും എനിക്കല്ല ഇഷ്ടാട്ടോ. ഇവിടെ വന്നാൽ അധികം ഇതേമാതിരി കൊലയുമ ഇരിക്കുന്നത് വീഡിയോയിലായോണ്ടാട്ടോ ഇങ്ങനെ ഇത്ര ഡീസന്റിലൊക്കെ ഇരിക്കുന്നത്. മറ്റേ കാലൊക്കെ ഇങ്ങനെ നമ്മളെന്താ പറയാ സദ്യയൊക്കെ തിന്നായിരിക്കുമല്ലോ, എന്നാ മാതിരി കാലൊക്കെ മടക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെ ഇരുന്നിട്ടാ ചോറിന്. അങ്ങനെ ഇരുന്ന് തിന്നുമ്പോ ഒരു പ്രത്യേക ഒരു മനസ്സമാധാനം ഉണ്ടാ. നമ്മളവിടെ വന്നിങ്ങനെ തിന്നുമ്പോ ഒരു എന്താ പറയാ, നമ്മള് കെട്ടിച്ചെടുത്താൽ നല്ല അന്തസ്സിലൊക്കെ ഇരുന്നിട്ട് ടേബിളുമൊക്കെ ഇരുന്നിട്ട് കസാലയിലൊക്കെ ഇരുന്നിട്ടല്ലേ തിന്നാ. പക്ഷെ നമ്മളവിടെ വരുമ്പോഴല്ലേ നമ്മള് എന്താ വളഞ്ഞിട്ടും തിരിച്ചോടൊക്കെ ഇരുന്ന് ചോറുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടട്ടാ. ഞാൻ ഈ കാണുന്ന മധുരം ഒന്നല്ല കേട്ടോ എന്റെ ഇഷ്ടം. ഞാൻ കാല് മടക്കിയൊക്കെ വെച്ചിട്ട് നല്ല അന്തസ്സിൽ ഇരുന്നിട്ട് അങ്ങനെ ഇരുന്ന് തിന്നു കേട്ടോ. അങ്ങനെ തിന്നുമ്പോഴേ എനിക്കൊരു പള്ളന്ന് അറിയുള്ളൂ കേട്ടോ. നമുക്ക് എന്താ പറയാ, നമ്മളെ മനസ്സ് പിടിച്ചാത്ത മാതിരിയായിട്ട് നമുക്ക് കസാലയിലൊക്കെ ഇരുന്ന് തിന്നുമ്പോ ദൂരെ ഇടങ്ങാറാട്ടാ. അങ്ങനെ ഇരുന്ന് ശീലമായോണ്ടെന്ന് എന്താ അറിയില്ല കേട്ടാ. പിന്നെ ഞാനൊന്നും നോക്കണില്ല കേട്ടോ. ഞാൻ വേഗം ചോറ് വാരി തിന്നട്ടാ. എന്തായാലും ചോറ് കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു കേട്ടോ. സമ്മന്തിന്റെ ടേസ്റ്റ് കൊണ്ടാട്ടാ, അല്ലാതെ വീഡിയോക്ക് വേണ്ടിയിട്ടൊന്നല്ല കേട്ടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാവുണ്ടാവും. എനിക്കാണല്ലോ ചോറ് തികയൊന്നുമില്ല കേട്ടാ. കുറച്ച് ചോറേമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെച്ച ചോറ് നമ്മൾ തിന്നണ്ടല്ല, നമ്മളെ പള്ളിക്ക് പോണത്ര ചോറ് തിന്നാ പോരെ വെച്ചിട്ട് ഞാൻ വളമ്പിയ ചോറ് മുഴുവൻ വേഗം വേഗം തിന്നട്ടാ. എന്നിട്ട് എനിക്ക് ശരിക്കും ഇങ്ങോട്ട് ഒരു ഇത് വിട്ടിട്ടില്ല കേട്ടാ. പിന്നെ ഞാൻ എന്തായാലും സമ്മന്തി
ഓ, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ഇട്ടാ. അതിന്റെ കാട്ടിക്കൂട്ടൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഇഷ്ടപ്പെടാത്ത കൂട്ടാനാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ തിന്നില്ല. പ്രത്യേകിച്ച് ഞാൻ, എനിക്ക് നല്ല എരും പുളി നല്ല സമ്മതിക്കാണ് നല്ല പള്ളർച്ച തിന്നും. പിന്നെ നിങ്ങൾക്ക് ഇന്നെ അറിയണവർക്ക് അറിയുണ്ടാവും എനിക്ക് നല്ല എരും പുളിയൊക്കെ വേണമെന്ന്. പിന്നെ ഞാൻ പാത്രത്തിന് പോലും വെറുതെ വിട്ടിട്ടില്ല കേട്ടാ. പാത്രം വരെ ഞാൻ നക്കി തുറത്തി തിന്നുന്നുണ്ട് കേട്ടാ. പിന്നെ അതിന്റെ പുറമെ നമ്മളെ കയ്യുമ്മ ഉണ്ടാവല്ലോ, കയ്യുമ്മത്തും ഞാൻ നല്ല ഈമ്പി തറച്ച് തിന്നുന്നുണ്ട് കേട്ടാ. ഇതൊക്കെ കാണുമ്പോൾ എന്റെ അമ്മക്ക് ഭയങ്കര പൊലിവേക്കാരട്ടെ. കാരണം ഞാനിങ്ങനെ തിന്നണ എന്റെ അമ്മ അങ്ങനെ കാണലുണ്ടാവില്ല. കാരണം എനിക്ക് അത്രക്കും ഇഷ്ടപ്പെട്ടാലേ ഞാൻ അങ്ങനെ തിന്നുള്ളൂ കേട്ടാ. മറ്റേത് ചില ഒന്നൊക്കെ ചോറ് ബാക്കി വെക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വേണോ വേണ്ട വെച്ചിട്ടാവും കേട്ടാ തിന്ന. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ 2 ലിറ്ററിന്റെ വെള്ളക്കുപ്പി അറിയുന്നത് എന്റെ കൂടപ്പിറപ്പാട്ടോ. ഞാൻ പൊതുവേ നല്ല വെള്ളം കുടിച്ചു. പിന്നെ ഈ കുപ്പി വേങ്ങിക്കണം എന്താ വെച്ചാൽ ഇതേമാതിരി ഇങ്ങനെ വെറുതെ നീമ്പി കുടിച്ചാൻ വേണ്ടിട്ടാ. ഈ കുപ്പി വേങ്ങിയതിന് ശേഷം വെള്ളം കൂടി തന്നെ ഉള്ളൂ കേട്ടോ കാര്യമായിട്ട്. എനിക്ക് പൈച്ചുമ്പോഴും താഴ്ചമ്പോഴൊക്കെ ഞാൻ വെള്ളാത്ത നല്ല കുടിച്ചാ. അപ്പൊ ഇതും കൂടി ആയപ്പോ ഒന്നുകൂടി കൂടിയിരിക്കണം കേട്ടാ. ഈ പാത്രം കണ്ട എന്റെ അമ്മ പറഞ്ഞു ഇനി പാത്രം കഴുകുന്ന വേണ്ട, നേരെ എടുത്ത് വെച്ചാളറിയിട്ട് അത്രക്കും വൃത്തിയിൽ തുടച്ച് തൂത്ത് തിന്നിക്കണം കേട്ടാ. അപ്പൊ പിന്നെ എന്തായാലും ഈ പാത്രത്തിന്റെ കോലം കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എത്രത്തോളം ഇഷ്ടപ്പെട്ടിരിക്കണം എനിക്ക് ഈ സംബന്ധിയാണ്. പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.